നമസ്കാരം. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്ത എത്തി. ഷിംജിത നരഭോജി ശവന്തീനി പിടിയിലായിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ചു മുമ്പേ ഇട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഈ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ ഫേക്ക് ന്യൂസ് ആണ്. അതായത് പിന്നെ ഗൾഫിലുണ്ട്, മറ്റിടത്തുണ്ട്, മറിച്ചിടത്തുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന വാർത്തകളെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് സത്യമാക്കുന്ന രീതിയിലാണ് ഇപ്പൊ വാർത്ത വന്നത്. ഷിംജിത പിടിയിലായി. തന്റെ ബന്ധു വീട്ടിൽ നിന്ന്, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ബന്ധു വീട്ടിലോ സുഹൃത്തിന്റെ വീട്ടിലോ ഒക്കെ ആയിരിക്കും, തന്റെ ബന്ധു വീട്ടിൽ, വടകരയുള്ള തന്റെ ബന്ധു വീട്ടിൽ നിന്നും പിടിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതിനോടൊപ്പം ഇവൾക്ക് ഏതാണ്ട് 10 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള വകുപ്പാണ് ചാർത്തിയിരിക്കുന്നത് എന്നുള്ളതുമാണ്. പാവം ഒരു മനുഷ്യനെ സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട്, താനൊന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട്, തന്റെ മാരണം കൊണ്ട് മനഃപൂർവ്വം കൊണ്ട് അവന്റെ മുട്ടിൽ കൊണ്ട് ഇടിച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അതിൽ മനം നൊന്ത് ആ പാവം മനുഷ്യൻ ജീവൻ ഒടുക്കിയായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുകയും മുങ്ങുകയൊക്കെ ചെയ്തു. ഇന്നാണ് പിടിയിലായത്. ആ വാർത്ത കേൾക്കാം. ഓക്കെ. പ്രതികരണങ്ങൾ വന്നിരുന്നു. അതിന് പിറകെ ആ യുവതി അവരുടെ അക്കൗണ്ടുകളൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നീട് അവർ ഒളിവിൽ പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇവരെ കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളും പുരോഗമിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇവർ പിടിയിലായതായുള്ള വിവരങ്ങൾ കൂടി വടകരയിൽ നിന്ന് വരുന്നത്. ബന്ധു വീട്ടിൽ നിന്ന് ഷിംജിതയെ പോലീസ് പിടികൂടി എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. വൈകാതെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അപ്പം തന്നെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഒന്നുകിൽ അറസ്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങാം എന്നുള്ള സാഹചര്യം. അതിൽ ഈ രണ്ടാണെങ്കിലും റിമാൻഡിൽ പോകാം, മറ്റേ തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ഒളിവിൽ പോവുകയും പിന്നാലെ മുൻകൂർ ജാമ്യമായിക്കൊണ്ട് ജില്ലാ കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ജില്ലാ കോടതിയിൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് കോടതി പരിഗണിക്കുക. അതിനിടയിൽ അവരെ വടകരയിലെ ബന്ധു വീട്ടിൽ നിന്ന് പിടികൂടി എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. നാളെയാണ് അത് പരിഗണിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവള് സറണ്ടറോ പിടിച്ചോ എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ പറയുന്ന റിമാൻഡിൽ കൊണ്ടുപോവുക, ഇടുക എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും നീ നല്ല രീതിയിൽ വൈറലായി, ഇന്റർനാഷണൽ ലെവൽ വരെ നീ വൈറലായിട്ടുണ്ട്. അതായിരുന്നു എന്റെ ആഗ്രഹം. ദൈവം നിനക്ക് അറിഞ്ഞു തന്നു എന്നുള്ളതാണ്, അല്ലേ? നീ ഇങ്ങനെ ആലോചിച്ച് വെച്ച് എങ്ങനെ എനിക്ക് വൈറലാകാം, അത് നല്ല രീതിയിൽ വൈറലാവണമെന്ന് നീ പ്രാർത്ഥിച്ചില്ല. നിനക്ക് എങ്ങനെയെങ്കിലും വൈറലായാൽ മതി, നല്ല കാര്യങ്ങൾ ചെയ്തല്ല, എങ്ങനെയെങ്കിലും വൈറലായാൽ മതി എന്ന് നീ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം, ആ പ്രാർത്ഥന ദൈവം കേട്ടു. നീ ഇതുപോലെ ഇനി ആരും മറക്കൂല. ഷിംജിത എന്ന് പറഞ്ഞ പേര് ഇനി ആരും മറക്കത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായത്? അതുപോലെ ഈ പറയുന്ന ഈ നടന്ന സംഭവം 17-ാം തീയതി ഈ നടന്ന സംഭവം തന്നെ അത് പുരുഷാവകാശ ദിനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ രാഹുൽ ഈശ്വർ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പ്രഖ്യാപനമൊക്കെ നടത്തി. അപ്പൊ എന്തായാലും നീ ഉദ്ദേശിച്ച കാര്യം നടത്തുന്നുണ്ട്. ഇനി ജയിലിലിരുന്ന് പറ്റുമെങ്കിൽ അപ്പൊ തൊട്ടടുത്തുള്ള തടവുകാരിയൊക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് റീലിട്ട് നിനക്ക് ഇത്തിരി കൂടി വൈറലാവാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.